ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നോ, ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ആ പലഹാരത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ചിക്കൻ കുഴലപ്പം. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വായോ. അപ്പോഴേ നമ്മളിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ മൈദയാണ് കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ട, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാവിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. മുട്ട നല്ലോണം വെട്ടിക്കൊടുക്കാം. ഈ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശമാവ് പോലെ ഉള്ള പരുവത്തിൽ നമുക്ക് പൊടി കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ച് ഇപ്പം വേണം. ഉണ്ടോ, മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സംഭവത്തിന്, ഈ പലഹാരത്തിന് ഒരു ഫില്ലിങ് വേണം. ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം, ഈ മാവ് ഒരു ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പണ്ടൊക്കെ പറയലേ മുട്ടക്കുഴലപ്പം എന്ന് പറയലേ, ഇത് ചിക്കൻ കുഴലപ്പമാണ്. അപ്പോൾ അതിന് ഫില്ലിംഗ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. പീരക്കോരം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് നമുക്ക് കറിയായിട്ട് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതാണ് ഫില്ല് ചെയ്യണം അതിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ എന്ന് പറയാനായിട്ട് ഓരോരുത്തരുടെയും മാവ് എടുക്കുന്നതിൻ്റെ അളവ് പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഇതൊരു 1/4 കിലോത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ചിക്കൻ എടുത്ത് ഉപ്പും കുരുമുളകും മസാലപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് അരമണിക്കൂർ മാരിനേറ്റിന് ശേഷം വേവിച്ചെടുത്ത ചിക്കനാണ്. എന്നിട്ട് അന്ന് ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ബോണുള്ള ചിക്കനാണെങ്കിലും എടുക്കാം, എല്ല് മാറ്റി റെഡിയാക്കി എടുത്താൽ മതി. വേവിച്ച് കഴിയുമ്പോൾ എല്ല് മാറ്റി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ മിക്സിയിലൊന്നും അടിക്കരുത്, ഇങ്ങനെ ചെറുതായിട്ട് തന്നെ നമുക്കിത് കടിക്കാനൊക്കെ കിട്ടണം. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഈ ഫൈനൽ സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാക്കാൻ പോകാം കേട്ടോ. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാടട്ടെ. അപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് അല്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ പൊടികളൊക്കെ കുറേശ്ശെ ചേർത്താണ് മാരിനേറ്റ് ചെയ്തേക്കണത്. ഇപ്പോൾ ഇനി ഞാൻ ഇത്തിരി മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം കുറേശ്ശെ അല്പം വെച്ച് എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി ഒന്ന് ചെറുതീയിൽ കിടന്ന് ഇതൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലെടുക്കണം. ഈ ക്യാപ്സിക്കമൊക്കെ വെന്ത് അലിഞ്ഞു പോരുത്. ഇതൊക്കെ കടിക്കാൻ തന്നെ കിട്ടണം നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ അല്പം പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ചെറുതീയിൽ ഒരു 10 മിനിറ്റോളം ഇട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കണം ദോശ. ഇതിലാണല്ലോ നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതൊരു തവിയങ്ങാട് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചാണ് ഇട്ടേക്കണത്. പതുക്കെ ഒന്ന് വലുതാക്കാം. അപ്പോൾ നമ്മുടെ ഈ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തേന് ഇങ്ങനെ എടുക്കാം കേട്ടോ. ആദ്യത്തേൻ്റെ എടുത്തു. അടുത്തത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അല്പം ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ അധികം വെച്ച് കൊടുത്താൽ അധികം ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെച്ച് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിക്കൻ വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചാടിപ്പോവും ചിക്കനൊക്കെ. പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാം. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേ ചിക്കൻ കുഴലപ്പം 1/4 കിലോ മൈദ കൊണ്ട് 7 എണ്ണം ഞാൻ ഉണ്ടാക്കിയേട്ടാ. അപ്പോൾ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. 7 എണ്ണത്തിൽ ഒരെണ്ണം മോൻ ആദ്യമേ തന്നെ കൊണ്ടുപോയേട്ടാ. അവന് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ചിക്കൻ മേടിക്കുമ്പോൾ എപ്പോഴും പറയും, അമ്മേ ചിക്കൻ കുഴലപ്പം ഉണ്ടാക്ക്, ചിക്കൻ കുഴലപ്പം. ഇതിനെ ഞാൻ ചിക്കൻ കുഴലപ്പം എന്നാണ് കേട്ടോ പറയണത്. ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ കഴിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. പൊളിയാണെന്ന് പറയാൻ പറ്റില്ല. പൊളിയാണ്. ഇതിൽ ആ ക്യാപ്സിക്കം ഒക്കെ കടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കൂടി കൂടുതൽ വെച്ചാൽ അത്ര നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ മുട്ടക്കോഴപ്പം ഉണ്ടാക്കും. മുട്ടച്ചുരുളെന്നൊക്കെയാണ് പറയണത്. അത് തന്നെ സംഭവം. ഫില്ലിങ് മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം അത് തന്നെ. കൊള്ളാം കേട്ടോ. ഇടയ്ക്കൊക്കെ കൊച്ചുങ്ങൾക്ക് ചിക്കൻ മതിയുള്ള കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ചിക്കനൊക്കെ ഇപ്പോൾ വില കുറവാണ്. അപ്പോൾ ഇടയ്ക്ക് മേടിക്കുമ്പോൾ
5-6 കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ഒന്ന് ചിക്കി കീറി ഇതുപോലെ ഒന്നൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്ത് കേട്ടോ സ്പെഷ്യലായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.